നമ്മൾ വലിയ ഇതിൽ ജീവിക്കുന്നുണ്ട്, നമുക്കതൊന്നും പോരാ. ആരും ഇങ്ങോട്ട് വരാറോ കാണാനോ ഒന്നും ശ്രമിക്കാറില്ല. എന്നാലും നമ്മളൊക്കെ കാണേണ്ട ഒരു ചെറിയ കാഴ്ചയാണത്. അസ്സലാമലൈക്കും. ആരിഫാണ് ട്ടോ. സൗണ്ട് ഒക്കെ മാറി ആകെ ജലദോഷമൊക്കെ പിടിച്ച് ആകെ ഇടങ്ങാറായി നിൽക്കുകയാണ്. കുറച്ച് നാൾക്ക് ശേഷം ഞാൻ ഒരു ചങ്ങായിമാരും കൂടി വയനാട്ടിലേക്ക് പോയതായിരുന്നു. പൂപ്പലി കാണാൻ വേണ്ടിട്ട് മാത്രം വന്നാട്ടോ. അടുത്ത വ്ലോഗിൽ നമുക്ക് അത് കാണാം. അങ്ങനെ നമ്മൾ പോകുന്നത് വയനാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് പോവാട്ടോ. യാത്രകളാകുമ്പോൾ പോവാത്ത വഴിയിലൂടെ പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാണ്ടാവും. അതിമനോഹരമായ കാഴ്ചകൾക്കിടയിൽ 5 വക്ത് നിസ്കാരം കൂടി നിസ്കരിക്കുമ്പോൾ ആ സുഖം ഉണ്ടല്ലോ, ഹൗ പറഞ്ഞറിയിക്കാൻ കഴിയൂല. ഇത് കർണാടക, ഇതിന് സെൻട്രലിൽ പോയാൽ അത് കേരളം. അങ്ങനെ അതിമനോഹരമായ ബാവലി ചെക്ക് പോസ്റ്റിലൂടെ നമ്മൾ കടന്ന് കർണാടകയിലേക്ക് കടന്നു. ഇതിപ്പോ നമ്മളൊരു ഫോറസ്റ്റിലൂടെ കടന്നു പോകട്ടോ. ഇവിടുന്ന് ഒരു 300 മീറ്റർ ഉള്ളിലേക്ക് കയറിയാൽ നമ്മളെ സ്ഥലത്തും. ആനയും കടുവയൊക്കെ അടങ്ങിയ വലിയ വന്യജീവികൾ ഇറങ്ങുന്ന സ്ഥലമാട്ടോ ഇത്. ഈ ഒരു കാഴ്ച കണ്ടപ്പോ സത്യം പറഞ്ഞ കണ്ണെന്ന് വെള്ളം പറഞ്ഞ ഒരു സമയമാട്ടോ. നമ്മളൊക്കെ വീട്ടിലെ കുട്ടികളെ നേരത്തെ ഫോണുമിലും കളിച്ച് കുത്തിരിക്കുന്ന സമയത്ത് ഈ കുട്ടികളുടെ കളികളൊക്കെ നോക്കി സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പകാലം നമ്മൾക്ക് ഓർമ്മ വരുന്ന ഈ കളികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരാണോ. ഏകദേശം 1 മിനിറ്റ് ആയി തുടങ്ങി ഞങ്ങൾക്ക് ബാക്കി കാണുന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്താണ്ട് പാർട്ട് 2 കമന്റ് ഇട്ടാൽ മതി. നമ്മൾ ഇൻഷാ അല്ലാഹ് അപ്ലോഡ് ചെയ്യാം.